തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്ററായി പി.വി. അൻവർ ചുമതലയേറ്റ കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് എം.എൽ.എ സ്ഥാനം രാജിവെക്കുമെന്ന അഭ്യൂഹം ശക്തമാവുകയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ. ഇന്ന് രാവിലെ 9 മണിക്ക് ഈ പി.വി. അൻവർ സ്പീക്കറുമായിട്ടൊരു കൂടിക്കാഴ്ച ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നാലെ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ തൻ്റെ തീരുമാനം അദ്ദേഹം ഉച്ചസ്ഥിരം പ്രഖ്യാപിക്കുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, പി.വി. അൻവറിൻ്റെ നീക്കം രാജിവെച്ച് വീണ്ടും നിലമ്പൂരിൽ മത്സരിച്ച് വിജയിച്ച് നിയമസഭയിലേക്ക് വന്ന് തൻ്റെ ശക്തി തെളിയിക്കുകയാണോ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എസ് കെ എൻ, പി.വി. അൻവറിന്റെ പൊളിറ്റിക്കൽ ഡ്രാമയുടെ 4ാം ഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസത്തെ വിശേഷിപ്പിക്കാം. കാരണം നമുക്കറിയാം എസ് കെ എൻ, മുന്നണി മാറ്റം ഉണ്ടായതിനു ശേഷം സർക്കാരിനുമായിട്ടുള്ള കൊമ്പുകോർക്കൽ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കം നേരിട്ട് കടന്നാക്രമിച്ചുള്ള കൊമ്പുകോർക്കൽ, ജയിൽവാസം, ഒടുവിലതാ നിയമസഭാംഗത്വം പി.വി. അൻവർ രാജിവെക്കുമോ എന്നുള്ള അതിനിർണായകമായിട്ടുള്ള ഒരു ചോദ്യം. അതിന്റെ മറുപടി നമുക്ക് 9:30-ക്കുള്ളിൽ കിട്ടുമെന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. എസ് കെ, നമുക്കറിയാം തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി അൻവർ ചുമതല ഏറ്റെടുത്തു എന്നുള്ള കാര്യം തൃണമൂൽ കോൺഗ്രസ് തന്നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണ്, ഒരു സ്വതന്ത്ര എം.എൽ.എ മറ്റൊരു പാർട്ടിയിൽ ചേരുമ്പോൾ അത് അയോഗ്യതയിലേക്ക് വഴിവെക്കുമോ, അങ്ങനെ ഒരു നിയമവഴി അക്കാര്യത്തിലുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ പി.വി. അൻവർ മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെ അയോഗ്യത കൽപ്പിച്ചാൽ അടുത്ത 5 വർഷത്തേക്ക് മത്സരിക്കാൻ പി.വി. അൻവറിന് കഴിയില്ല. അതടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ട് മറ്റു വഴികളില്ലാതെ പി.വി. അൻവർ രാജിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന സൂചന. ഇന്ന് രാവിലെ 9 മണിക്ക് പി.വി. അൻവർ സ്പീക്കറെ കാണും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ നിയമസഭ എം.എൽ.എ ഹോസ്റ്റലിൽ മുറിയിൽ പി.വി. അൻവർ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി മുറിയിലേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇന്ന് 9 മണിക്ക് അദ്ദേഹം സ്പീക്കറെ കാണും. 9:30-ക്ക് ഹോട്ടൽ ടെറസിൽ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. പക്ഷേ സ്പീക്കറെ കണ്ട നിയമസഭാംഗത്വത്തിൽ നിന്ന് രാജി അദ്ദേഹം സമർപ്പിച്ച ശേഷമായിരിക്കാം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം എന്ന തരത്തിലെ അദ്ദേഹമായി അടുത്ത ബന്ധമുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും ആ ഡ്രാമ 9 മണി വരെ നീളും. കോൺഗ്രസ്, പ്രത്യേകിച്ച് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, വീണ്ടും ആവർത്തിച്ചിരുന്നു, അൻവറിന് മുൻപിൽ വാതിൽ അടച്ചിട്ടുമില്ല, തുറന്നിട്ടുമില്ല എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അൻവറുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ പറയുന്നത് രാജ്യസഭാംഗത്വമടക്കം അൻവറിന് കോൺഗ്രസ് ഓഫർ ചെയ്തിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ അഭ്യൂഹങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും പി.വി. അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ തുടരുകയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്റർ ചുമതല അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു പക്ഷേ ഇനി നടക്കാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ ഡ്രാമ, ഇന്ന് നിയമസഭാംഗത്വം പി.വി. അൻവർ രാജിവെക്കും. അങ്ങനെയാണെങ്കിൽ നിലമ്പൂരിൽ വീണ്ടും തെരഞ്ഞെടുപ്പ്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ വലിയ വഴിത്തിരിവുകളിലേക്ക് അക്കാര്യങ്ങൾ നയിക്കും. പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ച് പരസ്യമായി ചലഞ്ച് ചെയ്ത പി.വി. അൻവറിനെ ഏത് വിധത്തിൽ CPM നേരിടും എന്നതടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ ചോദ്യമാണ്. ഓക്കെ, താങ്ക് യു ഷഫീദ് റാവുത്തർ. പി.വി. അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ വരുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന്റെ പുതിയ നീക്കം എങ്ങോട്ടാണ് എന്ന്. ഇനി നിലമ്പൂരിനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹം തള്ളിവിടുമോ എന്ന കാര്യവും നമുക്ക് ഇന്ന് രാവിലെ അറിയാൻ കഴിയും.